പറയുന്ന മേഖലയിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. ആദ്യഘട്ടത്തിൽ ഗായത്രി വർഷയോട് ചോദിക്കാൻ ശ്രമിച്ച ചോദ്യം അത് ഞാൻ അങ്ങയോട് കൂടി ആവർത്തിക്കുകയാണ്. മറ്റൊരു സംഘടനയാണെങ്കിൽ പോലും സിനിമാ മേഖലയ്ക്കുള്ളിൽ നടക്കുന്നത്, ഈ സംഘടനകൾക്കുള്ളിൽ നടക്കുന്നതൊക്കെ താങ്കൾക്കും അറിയാവുന്നതാണല്ലോ. 5 ദിവസം മുമ്പ് ഒരു സംശയവും ഇല്ലാത്ത തരത്തിലാണ് ഇവിടെ ഒരു പ്രശ്നവുമില്ല എന്ന് സംഘടനാ ഭാരവാഹികൾ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്. പക്ഷേ അതിനുശേഷം പൊടുന്നനെ ഇങ്ങനെ സംഘടന തന്നെ പിരിച്ചുവിടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറേണ്ടി വരുന്നു. എന്താണ് ആ സംഘടനയ്ക്കുള്ളിൽ സംഭവിച്ചത് എന്നാണ് താങ്കൾ കരുതുന്നത്? വളരെ വ്യക്തമായ ഒരു ഒളിച്ചോട്ടമായിരുന്നു ഇത്. ഇനിയുള്ള ദിവസങ്ങളിൽ സ്വാഭാവികമായും ഇവർക്കൊന്നും ഈ പ്രശ്നങ്ങളിൽ ഒരു മറുപടി പറയേണ്ട സാഹചര്യം വരുന്നില്ലല്ലോ. ശ്രീ അജ്മൽ കേൾക്കുന്നില്ലേ? ഓക്കെ, പറഞ്ഞോളൂ. ചോദ്യം ആവർത്തിക്കണ്ടല്ലോ. കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. ഞാൻ വളരെ മോശമായി എന്നറിയോ, നമ്മൾ എന്തൊരു ഇഷ്യൂ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇല്ല, അത് കേട്ടില്ല. ഫസ്റ്റ് ചോദിച്ച ചോദ്യം ഞാൻ കേട്ടില്ല. ആവർത്തിക്കാവോ? ഓക്കെ, ഞാൻ ചോദിക്കാൻ ശ്രമിച്ചത് ഇവിടെ ഇപ്പോൾ ശ്രീ ലാൽകുമാർ പറഞ്ഞതുപോലെ തന്നെ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ ആ സംഘടന പിരിച്ചുവിടുന്നു. അതിലൂടെ തന്നെ അവർക്ക് മറുപടി പറയേണ്ടി വരുന്ന ഒരു വലിയൊരു ഉത്തരവാദിത്വത്തിൽ നിന്ന് കൂടി ആ സംഘടന ഒഴിഞ്ഞു മാറുകയാണ്. കഴിഞ്ഞ 5 ദിവസം കൊണ്ട് ഒരു പ്രശ്നവും ഇല്ല എന്ന് വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞ ആ സംഘടനയ്ക്കുള്ളിൽ കഴിഞ്ഞ 5 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 5-6 ദിവസം കൊണ്ട് എന്താണ് സംഭവിച്ചത്? മനസ്സിലായി. നമ്മൾ ആദ്യമായി ഉണ്ടായ ഒരു മലയാള സിനിമ സംഘടന, കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. മലയാള സിനിമയിൽ ആദ്യമായി ഉണ്ടായ ഒരു സംഘടന മാക്ട ഫെഡറേഷൻ. വിനയനാണ് നേതൃത്വം കൊടുത്തത്. അദ്ദേഹം കൊണ്ടുവന്ന ഒരു സംഘടന മാക്ട ഫെഡറേഷൻ എല്ലാ 19 ട്രേഡും യോജിച്ച് കൊണ്ടുവന്ന സംഭവമായിരുന്നു. ഇത് പൊളിച്ചിട്ടാണ് ഫെഫ്റ്റ എന്ന സംഘടന, അതുപോലെ മറ്റുള്ള സംഘടനകളും ഉണ്ടാകുന്നത്. ഇത് ഒന്നുമില്ല, ഞാൻ ഒരു കാര്യത്തിലേക്ക് വരാം. നമ്മുടെ അമ്മ എന്ന സംഘടന ഒരു തെറ്റ് പറ്റിപ്പോയി. കാരണം വെച്ചാൽ അവർ സമൂഹ മാധ്യമത്തിൻ്റെ മുന്നിൽ വന്നിട്ട് ഇത് എന്താണ് വിവരിച്ചിട്ട് വേണം പുറത്ത് കാര്യങ്ങൾ കൂട്ടരാജി വെക്കാൻ വേണ്ടി. കൂട്ടരാജി വെക്കുന്നത് തന്നെ തെറ്റാണ്. അപ്പോൾ ഇവരാരോ ഭയപ്പെടുന്നുണ്ട്. ആരോ ഭയപ്പെടുന്നത്? ഇവരിൽ ആരെങ്കിലും എന്നും പേര് വരുമെന്നൊരു ഭയപ്പെട്ടിട്ടാണ് ഇവർ രാജിവെച്ചത്. എല്ലാവർക്കും ഭയപ്പെട്ടിരിക്കുകയാണ്. ആരെ പേരാണ് എപ്പോഴാണ് വരുന്നത് ഓർമ്മയില്ല. ഭയപ്പെട്ടിരിക്കുകയാണ്, സംശയം വേണ്ട. ഇല്ലെങ്കിൽ ഒരു പ്രസ്താവന ഇറക്കേണ്ട ഒരു കടമ ഈ സംഘടനയ്ക്കില്ലേ? ഈ സംഘടന ഉത്തരവാദിത്തപ്പെട്ടിരിക്കില്ലേ? പൃഥ്വിരാജ് മാത്രമേ വന്ന് സംസാരിച്ചിട്ടുള്ളൂ. ഇതിൽ ഉത്തരവാദിത്തപ്പെട്ട ആരും സംസാരിച്ചില്ല. ഒരു ജയൻ ചാത്തല വൈസ് പ്രസിഡന്റ്, അതിൻ്റെ നമ്മുടെ ജഗദീഷ്, ഇല്ല മറ്റു ചില ആൾക്കാർ മാത്രമല്ലാതെ ആരും ഇത് പ്രതികരിച്ച് വന്നിട്ടില്ല. പിന്നെ കൂട്ടരാജി വെച്ച് തെറ്റായിപ്പോയി. രാജിവെക്കുന്നതിന് മുമ്പ് കേരള സമൂഹത്തിനോട് മലയാള സിനിമയിൽ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സംഭവത്തെക്കുറിച്ച് വിവരിക്കേണ്ട ഒരു കടമ ഈ സംഘടനക്കുണ്ട്. ഒരു ആർജവയില്ലായ്മയാണ്. ഒരിക്കലും അത് വളരെ മോശമായി പോയി. അമ്മാ സംഘടന ഈ പിരിച്ചുവിടുന്നതിന് മുമ്പ് ഈ മീറ്റിംഗ് ഈ കമ്മിറ്റിയെ പിരിച്ചുവിടുന്നതിന് മുമ്പ് സമൂഹത്തിനോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നൊരു കടമ ഉണ്ട്. അത് വളരെ മോശമായി പോയി.